വൻ ആക്രമണം. സൗദി അറേബ്യയിലെ പ്രമുഖ എണ്ണ കമ്പനിയായ സൗദി അറാംകോയുടെ അബ്ഖൈബ് എണ്ണ സംസ്കരണ കേന്ദ്രത്തിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി. ഇറാഖിൽ നിന്നും അതിർത്തി കടന്നെത്തിയ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളാണ് ഈ ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ശുദ്ധീകരണ സംസ്കരണ സമുച്ചയങ്ങളിലൊന്നായ അബ്ഖൈഖിൽ ആക്രമണം നടന്ന ഉടൻ തന്നെ പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. സുരക്ഷാ സേനയും അറാംകോയുടെ അഗ്നിശമന വിഭാഗവും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമങ്ങൾ നടത്തിയത്. ആഗോള എണ്ണ വിപണിയെയും വിതരണ ശൃംഖലയെയും അടിമുടി ഉലയ്ക്കുന്നതാണ് ഈ സംഭവം. ലോകത്തിലെ പ്രതിദിന അസംസ്കൃത എണ്ണ ഉൽപാദനത്തിന്റെ 5 മുതൽ 7% വരെ സംസ്കരിക്കുന്നത് അബ്ഖൈഖിലെ പ്ലാന്റിലാണ്. തന്ത്രപ്രധാനമായ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ കേന്ദ്രം വഴി ചെങ്കടൽ തീരത്തെ യാൻബു തുറമുഖത്തേക്ക് എണ്ണ എത്തിച്ച് ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ മറികടക്കാൻ സൗദി അറേബ്യയ്ക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഈ പ്ലാന്റിന് നേരെയുണ്ടായ കടന്നാക്രമണം അന്താരാഷ്ട്ര ഊർജ്ജ രംഗത്ത് വലിയ ആശങ്കയ്ക്കും എണ്ണവില വർധനവിനും വഴിവെച്ചിരിക്കുകയാണ്. ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിഴൽ സേനകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കിയ സൗദി ഭരണകൂടം രാജ്യത്തിന്റെ പരമാധികാരവും സാമ്പത്തിക ഭദ്രതയും സംരക്ഷിക്കാൻ തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. നിലവിൽ ആളപായത്തെക്കുറിച്ചോ വൻതോതിലുള്ള പ്ലാന്റ് നാശനഷ്ടങ്ങളെക്കുറിച്ചോ അറാംകോ ഔദ്യോഗികമായി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പ്ലാന്റിലെ തകരാറുകൾ പരിഹരിക്കാനുള്ള അടിയന്തര ശ്രമങ്ങൾ തുടരുകയാണ്. മധ്യപൂർവ്വ ഏഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ആക്രമണം മേഖലയിലെ ഭൗമ രാഷ്ട്രീയ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇറാഖിലെ എർബിലിലുള്ള US കോൺസുലേറ്റിന് സമീപം ആക്രമണമെന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ്. എർബിലിൽ 7 തവണ സ്ഫോടനമുണ്ടായതായി ഇറാഖ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 ഇറാനിയൻ ഡ്രോണുകൾ എർബിലിന് സമീപമുള്ള ഖലീഫ സോറൻ മേഖലകളിൽ ആക്രമണം നടത്തിയതായി ഇറാൻ പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ആക്രമണം പ്രതിരോധിക്കാനായി 10-ലേറെ US യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും രംഗത്തെത്തിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാഖിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഖോർമോറും ആക്രമിക്കപ്പെട്ടതായാണ് വിവരം. ഇറാഖിലെ ഊർജ്ജ വിതരണത്തിന്റെ ഏറിയ പങ്കും ഇവിടെ നിന്നാണ്. ചൊവ്വാഴ്ച പുലർച്ചെ എർബിലിൽ ആക്രമണം ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഖോർമോറിലും ആക്രമണം ഉണ്ടായതെന്നും ഇറാഖ് പറഞ്ഞു. അതിനിടെ ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ ആവശ്യപ്പെട്ടതിനാലാണ് ആക്രമണങ്ങൾ നിർത്തിവെച്ചതെന്നും നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാൻ കഴിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. സമാധാന ചർച്ച പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നതിനിടെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദും കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇറാഖിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ആക്രമണം നടത്തിയെന്നും എല്ലാ ഡ്രോണുകളും വെടിവെച്ചിട്ടെന്നും സൗദി സേന അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.